നമ്മൾ മലയാള സിനിമയിൽ ഇപ്പോൾ ഏറ്റവും വിറ്റടിച്ച സിനിമകളാണല്ലോ കളങ്കാവൽ, ഇടിയസിറ. ഈ സിനിമയിലൊക്കെ നമ്മളെ അമ്പരപ്പിച്ച് അഭിനയിച്ച ഒരു നടനുണ്ട്. ആ പേര് നിങ്ങൾക്കറിയാവോ? മമ്മൂട്ടിയോടൊപ്പം, പ്രണവ് മോഹൻലാലിനൊപ്പം, ഗോൾഡ് കേസ്, മിന്നൽ മുരളി, കണ്ണൂർ സ്ക്വാഡ്, കിഷ്കിണ്ടാകാന്തം, 2018 ഇങ്ങനെ നിരവധി സിനിമയിൽ അഭിനയിച്ച ഒരു കലാകാരനാണ് ഞാൻ ഇവിടെ വിളിക്കുന്നത്. ജിബിൻ ഗോപിനാഥ്. സർപ്രൈസ്. ജിബിൻ ഗോപിനാഥ്. നല്ലൊരു കൈ കൊടുക്കാൻ കേട്ടോ ജിബിൻ ഗോപിനാഥിന്. ജിബിൻ എങ്ങനെയുണ്ട് കലോത്സവ വേദിയിലെത്തിയിട്ട്? ഗംഭീരായിട്ടുണ്ട്. ഗംഭീരം. കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളല്ലേ? ഏതൊക്കെ ഐറ്റത്തിനാണ് പങ്കെടുത്തിരിക്കുന്നത്? അങ്ങനെ വലിയ ഐറ്റംസ് എന്ന് പറയാനില്ല. ഞാനൊന്ന് സ്കൂളിൽ പഠിക്കുന്ന ടൈമില് എന്താ ഈ സംസ്ഥാന തലമൊന്നും എത്തിയിട്ടൊന്നുമില്ല. അത്രയ്ക്കുള്ള കഴിവൊന്നും ഇല്ലായിരുന്നു. എന്താ ഈ ജില്ല വരെയൊക്കെ പോയിട്ടുണ്ട്. ജില്ലകളിലൊക്കെ പോയിട്ടുണ്ട്. നാടകം, പാട്ട്, അങ്ങനെ പാട്ടൊക്കെ പാടാറുണ്ടല്ലോ? ഇല്ല. പാട്ട് പാടാറുണ്ടെന്ന് വെച്ചാൽ ഇവിടെ പാടണമെന്ന് ഓർത്തിട്ട് പറഞ്ഞതാണ്. പക്ഷെ നമുക്ക് എന്തായാലും ഇദ്ദേഹത്തിന്റെ സിനിമകൾ നമ്മുടെ മനസ്സിൽ, ഇഷ്ടംപോലെ സിനിമകൾ നമ്മുടെ മനസ്സിലുണ്ട്. പോകരുത്, ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടിക്കൊടുക്കും. ഇതൊന്ന് അവള് നോക്കണേ. മനസ്സിലുണ്ട്. ഹലോ ഹലോ. അപ്പൊ ഈ പറഞ്ഞതുപോലെ കുറെ സിനിമകളായി അല്ലേ? ഇപ്പൊ ലാസ്റ്റ് അഭിനയിച്ച 2 സിനിമ ഹിറ്റ്. കളങ്കാവലി ഹിറ്റ്, ഇപ്പൊ ഏത് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് തുടക്കം എന്ന് പറഞ്ഞിട്ട് ലാൽ സാറിന്റെ മകളെ നായിക എന്ന പടമാണ്. ആ സിനിമയില് അതില് അഭിനയിച്ചോണ്ടിരിക്കുന്നു. ഹൈദർക്കെ അഭിനയിക്കുന്നുണ്ട് പടത്തില്. അപ്പൊ അതും പറയണമല്ലോ. അതെ. ഇനി റിലീസ് ആകാനുള്ള സിനിമകൾ അതൊക്കെയാണ്. റിലീസ് ആകാനുള്ളത് കുറച്ച് പടങ്ങളുണ്ട്. മാത്യുവിന്റെ സുഖമാണോ സുഖമാണ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. പിന്നെ ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് പറഞ്ഞിട്ട് ആ പടമുണ്ട്. മോഹിനിയാട്ടം. അതെ. പിന്നെ പാട്രിയറ്റ് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടനും മമ്മൂക്കായുടെ കൂടെ ഒരുമിച്ച് അഭിനയിക്കുവാണ്. ഇത്രയും ഭാഗ്യമുള്ള നടനാണ്. എന്നാലും അതൊക്കെ കുറച്ച് ഭാഗ്യം തന്നെയാണല്ലോ എന്ന് പറയുന്നില്ല. നമ്മളൊരു ഈ പറഞ്ഞിട്ട് കുറേ നാൾ അലഞ്ഞതിൻ്റെയും ഈ ഒത്തിരി വർഷങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിട്ടാണ് ഇപ്പോൾ ആ ഒരു കഠിനാധ്വാനം തന്നെ ഞാൻ പറയും. ആ ഒരു ഞാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇത്രയും സിനിമകളിലേക്ക് എത്തിയതെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും അത് അങ്ങനെയാണ്. കഷ്ടപ്പാടിലൂടെ വന്നായിരിക്കുക. അദ്ദേഹത്തിന് വേറെ ജീവിതമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അത് നിങ്ങൾക്കറിയോ? പോലീസുകാരനാണ്. ഞാൻ ലോങ് ലീവിലാണ്. 5 കൊല്ലത്തേക്ക് ലീവ് എടുത്താണ് ഇപ്പോൾ ഫുൾ ടൈം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പൊ അങ്ങനെയൊരു ചരിത്രമുണ്ട്. അതെ. അപ്പം എന്തായാലും ഇവിടെ വന്നപ്പം ഒന്നിലെ ഒരു പാട്ട്, അല്ലെങ്കിൽ ഒരു മിമിക്രി, അല്ലെങ്കിൽ സിനിമയിൽ പറഞ്ഞ ഏതെങ്കിലും ഡയലോഗ്, അങ്ങനെ ആൾക്കാരെ ഇങ്ങനെ എന്താ ഈ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ ഡയലോഗുകളൊന്നും അല്ല. ഞാൻ പറയട്ടെ, അത് അങ്ങനെ എന്താ ഒരു പഞ്ച് ഡയലോഗ് അടിച്ചിട്ടൊന്നും ഒരു പടത്തിലും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം ആ ഒരു സീനിനനുസരിച്ചിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ ഒത്തിരി പറഞ്ഞു. പിന്നെ DSCറിയിലൊക്കെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വളരെ ശാന്തനായിട്ട് സംസാരിക്കുന്ന, വളരെ പതിയെ കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇത് നമ്മുടെ കളങ്കാവലില് ഒരു സപ്പോർട്ടാണ്. മീൻസ് ആ 2 പേർക്കുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അയാൾക്ക് ഇങ്ങനെ കയറി ജ്വലിച്ച് പറയാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല. സപ്പോർട്ടീവ് കുറേ ഡയലോഗ്സ് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉള്ളൂ. അല്ലാതെ അങ്ങനെ മമ്മൂക്കായുമായിട്ട് ഭയങ്കര അടുപ്പമാണെന്ന് എനിക്കറിയാം. മമ്മൂക്കായാണ് കളങ്കാവിലേക്ക് താങ്കളെ പറയുന്നത്, വിളിക്കണമെന്ന് പറയുന്നത്. ആ കണ്ണൂർ സ്ക്വാഡിൽ അഭിനയിച്ചതിന്റെ ഒരു ഇതാണ്. അതെ. മമ്മൂക്കായുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എക്സ്പീരിയൻസ് എന്താ, നമ്മളൊക്കെ ഒരു 4-5 വയസ്സായ മുതൽ തന്നെ പഠിച്ചൊരു പേരാണ് മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വപ്നത്തിൽ പോലും ഇദ്ദേഹമൊക്കെ ആയിട്ട് നമുക്കൊരു അടുത്ത് നിൽക്കാൻ പറ്റുമെന്നോ അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടത്തിന് ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരാളാവുന്നൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. ഒരിക്കലും അങ്ങനെ സ്വപ്നം കാണാൻ പോലും നമുക്ക് പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് എനിക്കിപ്പോൾ ഇപ്പം ഹൈദരക്കയുടെ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ, അല്ലെങ്കിൽ സംസാരിക്കാൻ, അദ്ദേഹത്തിനോടൊപ്പം എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുക വലിയൊരു ഭാഗ്യമായിരുന്നു. അത് അങ്ങനൊരു ഭാഗ്യം എനിക്ക് കിട്ടി. കിട്ടി. ഇപ്പൊ ലാലേട്ടന്റെ കൂടെയും അഭിനയിച്ചു, മമ്മൂക്കായുടെ കൂടെ അഭിനയിച്ചു. ഇനി ആരുടെ കൂടെ അഭിനയിക്കണമെന്നാണ് ആഗ്രഹങ്ങൾ? എനിക്കിനി ഞാൻ ചെയ്യാത്ത എല്ലാവരോടും, ഞാൻ ചെയ്ത എല്ലാവരോടും എനിക്ക് വീണ്ടും അഭിനയിക്കണമെന്നാണ് ആഗ്രഹം. മറ്റു ഭാഷയിലേക്ക്? തീർച്ചയായിട്ടും. തമിഴിലേക്ക് ഓഫറുണ്ട്. അങ്ങനെ ഒരു പാതയിലാണ് ഇപ്പോ. എല്ലാ പാതയിലൂടെ യാത്ര ചെയ്യാണ്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ആ സമയത്ത് ഒരു നാടൻ പാട്ടൊക്കെ കേട്ടാൽ ഇവിടെ കൂടെ കൂടുതൽ കുഴപ്പമില്ലല്ലോ. എനിക്ക് പുള്ളി പാടിക്കോട്ടെ. ഞാൻ പാട്ട് കേട്ടു, നന്നായിട്ട് പുള്ളി പാടുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ പാടി വെറുതെ നശിപ്പിക്കാൻ നമുക്ക് കേട്ടോണ്ടിരിക്കാമല്ലോ. സ്കൂളിൽ നിങ്ങൾ എന്റെ സിനിമ കണ്ടുള്ളവരാണോ? കണ്ടില്ലേ?
ഓക്കെ ഓക്കെ, അത് മതി. കണ്ടില്ലേ പടം കണ്ടില്ലേ? ഹലോ അടുത്ത ഒരു ഉഷാറില്ലാത്തോണ്ടാ എടുത്തു വയ്ക്കുന്നത്. കാര്യങ്ങൾ വരുന്നുണ്ടോ? പൊളിയല്ലേ? സൂപ്പറല്ലേ ഈ നടൻ? ഇനി വരാൻ കിടക്കുന്നുള്ളൂ സിനിമകൾ. ഒന്നിനു പുറകെ ഒന്നായി സിനിമകളിൽ അഭിനയിക്കുന്ന എൻ്റെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതാണ് അദ്ദേഹം. അല്ല, എനിക്ക് ഇവിടെ വരുമ്പോഴേ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സ്റ്റേജ് ആണെന്നോ, ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ സംസാരിപ്പിക്കുന്നോ എനിക്ക് ധാരണയില്ലായിരുന്നു. ഇങ്ങനെ പുറകിലൂടെ വിളിച്ചോണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് ഈ അടുക്കളയിൽ കൂടെ കയറുന്ന പരിപാടി എന്തിനാന്ന് ഞാൻ ചോദിച്ചതാ. അപ്പോൾ പറഞ്ഞു ഇല്ല, ഒരു പരിപാടിയുണ്ട്, പാട്ട് ഇവിടെ നിന്ന് കേൾക്കാം, നമുക്ക് ഇടയ്ക്കൊന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്കറിയില്ല ഇങ്ങനെ ആളിവിടെ കൂടി നിൽക്കുന്നതെന്നോ സംസാരിക്കേണ്ടിരുന്നോ എനിക്കറിയില്ല. മീൻസ് എന്തായാലും വിളിച്ച് കയറ്റി സന്തോഷമായിട്ടുണ്ട്. നിങ്ങളെ കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം. നമ്മൾ നാടക മത്സരങ്ങൾ നടക്കുകയാണ്. അതിൽ വിൻ ചെയ്തവര് അത് ഏറ്റവും നല്ല നടനെയും നടിയും തെരഞ്ഞെടുക്കുന്ന അസോസിയേഷൻ ഉണ്ട് നാടകത്തിന്റെ ഒക്കെ. അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ഗഫൂർ മാഷാണ്. ഗഫൂർ മാഷ് ഒന്ന് വരുക. ഇദ്ദേഹം എൻ്റെ മോളെ ഉൾപ്പെടെ സ്കിറ്റ് പഠിപ്പിച്ചിട്ടുണ്ട്, മൈമു പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ വ്യക്തിയാണ്. നമുക്ക് എന്താണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയാം? അതായത് നമ്മൾ പറഞ്ഞത് ചെറിയൊരു തിരുത്താണ്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ഇപ്പോൾ കലാകാരന്മാർ ധാരാളം ഇവിടെ ഇന്ന് ഈ കേരളം ഒട്ടാകെ കലയെ പ്രോത്സാഹനം കൊടുക്കുന്ന, കലയെ പഠിപ്പിക്കുന്ന അധ്യാപകരെ അങ്ങനെ ആരും ആദരിക്കുന്ന പതിവ് കുറവാണ്. അപ്പോൾ ഈ കലോത്സവങ്ങളിൽ ഈ വേദിയിൽ ഞങ്ങളങ്ങനെ 2 കലാകാരന്മാരെയും, അതായത് ഏറ്റവും നല്ല നടിയായി തിരഞ്ഞെടുത്ത കുട്ടിയും നടനായി തിരഞ്ഞെടുത്ത കുട്ടിയും ഞങ്ങൾ APSC എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് കേരളത്തിൽ. അതായത് കോസ്റ്റ്യൂം, ഇന്നിപ്പോൾ ഈ വേഷങ്ങളെല്ലാം ഞങ്ങളുടേതാണ്, ഓൾ കേരള. ആ ടീമാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളാണ് അവരെ ആദരിക്കുന്നത്. പിന്നെ ഏറ്റവും നല്ല നടിയും നടനും ഒപ്പം തന്നെ അത് പരിശീലിപ്പിച്ച അധ്യാപകരെയുമാണ് നമ്മളിവിടെ ആദരിക്കുന്നത്. അതിൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ APSCയുടെ എല്ലാ അംഗങ്ങളും ഈ വേദിയിലേക്കൊന്ന് കയറി വരിക. ഒപ്പം തന്നെ ഞങ്ങൾ ആദരിക്കുന്ന സലീഷ്, അതുപോലെ തന്നെ ജിനോ, ബെസ്റ്റ് ആക്ടേഴ്സ് കിട്ടിയ ബെസ്റ്റ് ആക്ടറും ബെസ്റ്റ് ആക്ട്രസും ഈ വേദിയിലേക്കൊന്ന് കടന്നു വരിക. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി. ജിനോ, അതുപോലെ APSCയിലെ നമ്മുടെ അംഗങ്ങൾ, ഒപ്പം തന്നെ സലീഷ്, നമ്മുടെ വിൻ ചെയ്ത ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ് ഈ വേദിയിലേക്കൊന്ന് കയറി വരാം. ഞങ്ങളുടെ സെക്രട്ടറിയാണ്. APSC ആണ്. അലിബായ് എൻ്റെ ഇൻറ്റിമേറ്റ് മിഥുൻ, സലീഷ്, നമ്മുടെ കുട്ടി, അവർക്കൊന്ന് സ്ഥലം ഒന്ന് വഴി കൊടുത്താൽ നന്നായിരുന്നു. ജിനോ, സലീഷ്, ജിനോ. ബെസ്റ്റ് ആക്ട്രസ് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഏറ്റവും നല്ല നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടിയാണ്. അതുപോലെ തന്നെ നടനായി തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടിയാണ് ജിനോ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാടകരംഗത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. സലീഷും അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ട് നാടകരംഗത്ത് തൃശ്ശൂർക്കാരനാണ്. അദ്ദേഹം കണ്ണൂർക്കാരനാണ്. അപ്പോൾ ഞങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത്, ഞങ്ങളുടെ സ്ഥാപകനാണ് APSCയുടെ സ്ഥാപകൻ മിഥുനാണ് ഇങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചത്. കുറച്ച് വർഷമായിട്ട് കേരളത്തിൽ ഈ കാണുന്ന എല്ലാ കോസ്റ്റ്യൂം ഓൾ കേരള, ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തന്നെ ഞങ്ങൾ പല ടീമും ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് ഡ്രസ്സടക്കം ഇപ്പോൾ ഈ കലോത്സവത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. ഇനി നിങ്ങൾക്കാണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേണ്ടത്. അല്ല, ഞാനിന്ന് ഈ ആക്ട്രസിനെയും ഇവിടെ ഇപ്പം ഏറ്റവും നല്ല നടിയും നടനെയും കാണുമ്പോൾ കറക്റ്റ് ഏറ്റവും നല്ല ആർട്ടിസ്റ്റ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് കേട്ടോ. ഇനി താങ്കൾ തന്നെയാണ് പറയേണ്ടത്. അല്ല, ഇന്ന് ഞാൻ ഇതിൻ്റെ റീൽസ് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിരുന്നു. ഇങ്ങനെ ബെസ്റ്റ് ആക്ടറും അതൊക്കെ തിരഞ്ഞെടുത്തപ്പോൾ അവരുടെ സന്തോഷം സത്യം പറഞ്ഞാൽ ട്രെയിനിലിരിക്കുമ്പോഴത് കാണുന്നത് ഞാൻ. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ചിന്തിച്ചതേ ഉള്ളൂ, ഇവരെ കാണാൻ പറ്റുമോ, ഒന്ന് പരിചയപ്പെടാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചാണ് ഞാൻ വരുന്നത്. പക്ഷെ ഈ ഒരു വേദിയിൽ ഇപ്പോൾ ഇവരെ അടുത്ത് കിട്ടിയതിൽ വളരെ സന്തോഷം. കൺഗ്രാറ്റ്സ്. ഓക്കെ, നന്നായി വരിക, അടിപൊളിയായിട്ട് വരിക. എന്തായാലും ഞാൻ സീരിയസ്ലി ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ, ഹൈദർക്ക പറഞ്ഞതുപോലെ, ഞാൻ ഈ ജില്ലാതലം വരെയൊക്കെ മാക്സിമം ഞാൻ പോയിട്ടുള്ളൂ ഈ നാടകമായിട്ടൊക്കെ. എന്തായാലും നിങ്ങൾ ഭയങ്കര ഭാഗ്യമാണ് ഈ സംസ്ഥാന തലത്തിൽ വരിക. അപ്പോൾ നിങ്ങൾ സംസ്ഥാനത്തിനെ പ്രതികരിച്ച് 2 പേര് ബെസ്റ്റ് ആക്ടർ ആക്ട്രസ് ആയിട്ട് വരിക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. ഇതുപോലെയൊക്കെ തുടരുക, മുകളിലേക്ക് കൂടെ ഇതുപോലെ സിനിമയിലും നാടകത്തിലൊക്കെ സ്റ്റേറ്റും നാഷണൽ അവാർഡുകളൊക്കെ വാങ്ങിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ പുറകെ നിൽക്കുന്ന എല്ലാവരും ആ ലെവലിലേക്ക് വരിക എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആയി തീരട്ടെ കേട്ടോ. പിന്നെ അദ്ദേഹം തന്നെ ചെയ്യില്ല, അതിന് ഏറ്റവും വലിയ യോഗ്യനാണ് ഇവിടെ ഉള്ളത്. സെൻട്രലിലേക്കോ 2 പേരും
ശ്രീയ, ഏത് സ്കൂളാണ്? സെന്റ് ജോസഫ് മതിലകം. മതിലകം. ഏത് നാടകം ആരാണ് പഠിപ്പിച്ചിരുന്നത്? സലീഷ് പത്മിനി സുബ്രഹ്മണ്യം. അതല്ലേ. എന്തായിരുന്നു സബ്ജക്ട്? എന്തായിരുന്നു? ഞങ്ങള് എല്ലാ കാലത്തും മനുഷ്യന്മാരുടെ ഉള്ളിൽ ഉണ്ടാവണ മതപരമായ കാര്യങ്ങൾ തന്നെയാണ്. ഒരു പ്രളയം വരുമ്പോൾ നമ്മളെല്ലാവരും മതം ഒന്ന് നോക്കാണ്ട് ഒരുമിക്കുകയും അത് കഴിഞ്ഞ് വീണ്ടും മതത്തിന്റെ പേരിൽ അടി ഉണ്ടാക്കുകയും ചെയ്യുന്ന അതിനെയൊക്കെ പ്രതികരിച്ചുണ്ടാക്കിയ നാടകമാണ്. അതിൽ ഏറ്റവും ഫീൽ ചെയ്ത ഡയലോഗ് ഉണ്ടാവുമല്ലോ, അതൊന്ന് പറയുമോ? അതില് ഏറ്റവും അവസാനത്തെ ഡയലോഗ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാലേ, മാത്രേ ഉള്ളൂ. അതെന്താന്ന് വെച്ചാൽ ഈ പ്രളയമൊക്കെ ഒരു ആളുകളുടെ കാര്യം അത് പറഞ്ഞാൽ കേട്ടില്ല, നിങ്ങൾ സംസാരിക്കുമായിരുന്നു. ആ സമയത്ത് നമ്മൾ പറയും ഓ പാവം, അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അഹങ്കാരമാവും. ആ സബ്ജക്റ്റാണ് അവതരിപ്പിച്ചല്ലേ. അപ്പൊ നമുക്ക് പൊന്നാടി എണീക്കാം ഏറ്റവും യോഗ്യനായ നടനെ കൊണ്ട് തന്നെ. ഇനി നടനാണ്. നടനെന്ന് കയറി ഏത് സ്കൂളാണ്? ഞാൻ മേമണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ വടകര. ആരായിരുന്നു മാഷാരായിരുന്നു? ജിനോ സാർ. ജിനോ സാറില്ല, എല്ലാവരും ഇവിടെ ഉണ്ട്. എന്തായിരുന്നു സബ്ജക്ട്? ഗാസയായിട്ട് ബന്ധപ്പെട്ട യുദ്ധമായിട്ട്. അതിലേറ്റവും ഫീൽ ചെയ്ത ഈ പെട്ടെന്ന് അവസാനിക്കാതെ ഒരു 2 ലൈൻ കൂട്ടി പറയുമോ? എനക്കിപ്പോ തിരിയുന്നുണ്ട് ഓന്റെ ഭാഷ. ഓന്റെ മാത്രല്ല ഈ ലോകത്തിലെ മുഴുവൻ കുഞ്ഞങ്ങളെയും ഭാഷ. സ്നേഹത്തിന്റെ ഭാഷ, വെറുപ്പിന്റെ ഭാഷ, വിശപ്പിന്റെ ഭാഷ, വേദനന്റെ ഭാഷ, മരണത്തിന്റെ ഭാഷ. സൂപ്പർ 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 സൂപ്പർ. ഈ നാടകം പഠിപ്പിച്ച 2 ഡയറക്ടർമാര് അല്ലേ? ഒന്ന് വരും പക്ഷെ ഒന്ന് പിടിക്കും. എത്ര വർഷമായി? ഒരു 25 വർഷത്തോളമായിട്ട് ഈ രംഗത്തുണ്ട്. വളരെ സന്തോഷം. ഇങ്ങനൊരു പരിപാടി ഞങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്നേക്കാളും കുട്ടികളെ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. അല്ലേ ജിനു മാഷേ? അതാണ് അവരുടെ ഇടമാണിത്. അവരുടെ ആ ഇടത്തിൽ അവർക്കിങ്ങനൊരു അവസരം കിട്ടിയത്, ഇങ്ങനെ ആളുകളൊക്കെ അവരെ തിരിച്ചറിയുന്നതിൽ സന്തോഷം. നാടകം നീണാൽ വാഴട്ടെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മളെപ്പോലെ കലാകാരന്മാരെ ആദരിക്കുന്നത് കുറവാണ്. എന്തായാലും കാലം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഓക്കെ, താങ്ക് യു. പക്ഷേ ഇനി അടുത്ത എത്ര വർഷമായി? ഞാൻ ഏകദേശം 20 വർഷത്തോളം. അത്രയേ ഉള്ളൂ. ആള് കുറച്ച് സീനിയറാണ്, നമ്മള് ചെറിയ വൈകരാ. അങ്ങനെ സ്വയം പറഞ്ഞാൽ പോരാട്ടോ, അല്ലെങ്കിൽ ചെറിയ ചൂളന. അതെന്നെ. എത്ര സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്? ഞാനിപ്പോൾ എൻ്റെ 3 നാടകങ്ങൾ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 2 ഹയർ സെക്കൻഡറി നാടകം, ഒരു ഹൈസ്കൂൾ നാടകം. ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു തീരുമാനങ്ങളുണ്ടല്ലോ, മുൻകൂട്ടി തീരുമാനിക്കുമല്ലോ. ഇപ്പം ഗാസയുടെ സബ്ജക്റ്റായിരുന്നു പയ്യന് കൊടുത്തിരുന്നത്. അത് അങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം എന്തായിരിക്കും? ഞാൻ മുൻകൂട്ടി തീരുമാനിച്ച ഒരു വിഷയവുമായിട്ടല്ല സ്കൂളിലേക്ക് പോകാറ്. ഈ കുട്ടികളെ കണ്ടതിന് ശേഷം അവരുമായിട്ട് ഇടപെട്ട് അവരോട് സംസാരിച്ച് ചർച്ച ചെയ്തതിന് ശേഷമാണ് അവരിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന സംഗതികളാണ് നാടകമായിട്ട്, ഫൈനൽ നാടകമായിട്ട് മാറുന്നത്. ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നാടകം രൂപപ്പെടുക എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അതോടൊപ്പം മാഷാലോ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഡയറക്റ്റ് ചെയ്യുമ്പം നമ്മൾ അഭിനയിച്ച് കാണിക്കുമല്ലോ. അതിൽ അല്ല, അഭിനയിച്ച് കാണിക്കില്ല, അഭിനയിക്കാൻ പറഞ്ഞില്ല, അഭിനയിച്ച് കാണിക്കണമല്ലോ. ആ കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടായിരിക്കില്ല പഠിക്കുക, 2 ദിവസം കൊണ്ടായിരിക്കും പഠിപ്പിക്കുക. അതിൻ്റെ ഒരു രീതി എങ്ങനെയായിരിക്കും? അല്ല, അത് ഈ പറഞ്ഞ പോലെ ഇംപ്രവൈസ് ചെയ്യുന്ന ഒരു രീതിയാണ്. എന്നെ സംബന്ധിച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു പൂർണ്ണമായ സ്ക്രിപ്റ്റ് വെച്ചിട്ടോ ഒരു തീരുമാനം വെച്ചിട്ടോ അല്ല. അവരെ കൊണ്ട് ചെയ്യിച്ച് അവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവരിൽ നിന്ന് നമുക്ക് എന്തെടുക്കാൻ പറ്റും, നമ്മുടെ കയ്യിലുള്ളത് അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാതെ അവരുടെ കയ്യിൽ എന്തുണ്ട് അതിനെടുത്ത് അതിൽ നിന്ന് കഥാപാത്രങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി അവർക്ക് അനായാസമായിരിക്കും അത് എന്നുള്ളതാണ് എൻ്റെ ഒരു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഞങ്ങൾക്കും വളരെയധികം സന്തോഷമാണ്. കാരണം APSCയുടെ ഈ ദൗത്യം വളരെ ഈ ഒരു വേദിയിലേക്ക് ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ്. എന്താണെന്ന് വെച്ചാൽ APSCയുടെ സെക്രട്ടറി ഉണ്ട്. സെക്രട്ടറി എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാം. അതുപോലെ നമ്മുടെ ട്രഷറർ ദിൽഷ, അതുപോലെ നമ്മുടെ സ്ഥാപകൻ മിഥുൻ,
കലോത്സവങ്ങളുടെ വലിയൊരു ഭാഗമായി നിൽക്കുന്ന ഒരു ആളുകളാണ് ഞങ്ങൾ, അതായത് പെർഫോമൻസ് ആർട്സ് കസ്റ്റമേഴ്സിൻ്റെ അസോസിയേഷൻ. അപ്പോൾ ഈ ഒരു തൃശ്ശൂർ വെച്ച് നടക്കുന്ന ഈ ഒരു സംസ്ഥാന കലോത്സവത്തിൽ ബെസ്റ്റ് ആക്ടർക്ക് അതുപോലെ തന്നെ ആക്ട്രസ് അവർക്കൊക്കെ ഒരു അവാർഡ് കൊടുത്ത് ആദരിക്കാനുള്ളൊരു അവസരം കിട്ടിയതിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. അടുത്ത ആരാണ്? മിഥുനെല്ലാം മാറി നിൽക്കുവാണ്. അപ്പം എന്തായാലും ഗഫൂർജി ഈ പറഞ്ഞതുപോലെ മക്കളെ, ഇദ്ദേഹം പറഞ്ഞാലോ അറിയാമല്ലോ, നല്ലൊരു നടൻ പറയുന്നത് കേട്ടല്ലോ. ഇനി നിങ്ങൾ ഒത്തിരി വളർന്നു വരണം, ഒരു നാടകം അവതരിപ്പിക്കുക. സിനിമ പോലെ അല്ലല്ലോ അല്ലേ നാടകം? അല്ലേ? അല്ലല്ല, നാടകം അപ്പോൾ തന്നെ അത് ഭയങ്കര കഴിവാട്ടോ ഈ സ്റ്റേജിനകത്ത് നിന്ന് പെർഫോം ചെയ്യുക. കാര്യം ശബ്ദം പോലും നമ്മൾ ഇരിക്കുന്ന ഇത്രയും ആൾക്കാർക്ക് വേണ്ടി ക്രമീകരിച്ച് വേണം ചെയ്യാൻ, അല്ലേ? ഒരു ആളിൻ്റെ അല്ലെങ്കിൽ ഇത്ര ദൂരത്തിൻ്റെ ഒക്കെ നോക്കിയിട്ട് സ്വന്തമായിട്ട് തന്നെ ശബ്ദം ക്രമീകരിച്ച് ചെയ്യുന്നൊരു പരിപാടി. അത് മാത്രമല്ല ഈ ഇംപ്രൈസേഷനൊക്കെ ഭയങ്കര പ്രശ്നമാവും. കാര്യം നിങ്ങൾ പഠിച്ച് വെച്ചിട്ട് വരുന്നൊരു സാധനമുണ്ട്. സിനിമയിൽ അതല്ല, റീടേക്ക് എടുത്തെടുത്ത് നമുക്ക് എന്ത് വേണോ ഇംപ്രൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പക്ഷേ അതല്ലാതെ ഇത്രയും ഒരു വേദിയെ രസിപ്പിച്ചുകൊണ്ട് മുന്നോട്ടൊരു എത്ര അരമണിക്കൂറാണോ നാടകം അല്ലേ കൊണ്ടുപോകാന്നാണ്. ഇത്രയും ഡയലോഗ്സും കാണാതെ പഠിച്ചൊക്കെ ചെയ്യാം. എനിക്ക് വലിയ പാടാത്. എന്തായാലും ഗംഭീരമാവട്ടെ. എനിക്ക് ഈ നാടക മാഷന്മാരോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ അസോസിയേഷൻ അല്ല, ഞാൻ ഇന്നലെയൊക്കെ നാടകം കാണാൻ പോയിരുന്നു. ഇപ്പം ആധുനികമായിട്ട് വളർന്നു അല്ലേ, നമുക്ക് സിംഗ് സൗണ്ടുകളായി. പക്ഷെ ഇവിടെ ഇപ്പോഴും പഴയ കാലഘട്ടത്തിൽ ഷുഗർ മൈക്കാണ് തൂക്കുന്നത്. പക്ഷെ ബൈക്കിലേക്ക് പോകുമ്പോൾ കുട്ടികളിലെ മാക്സിമം സൗണ്ട് എടുത്ത് പറയേണ്ട നിലയിലേക്ക് പോവാണ്. അതൊന്നും മാറണം എന്ന ആഗ്രഹം ഞാൻ സ്വയം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മാറണമെന്ന് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ ഈ നാടകം എന്ന കല ഈ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കുകയാണ്. എത്രയോ പൈസ മുടക്കിയാണ് ഈ കുട്ടികൾ വരുന്നത്. പിന്നീട് ഇവർക്കൊരു സ്റ്റേജ് ഇല്ലാതെയാകുന്നു. അത് പഠിക്കാൻ പോകുന്നത് കൊണ്ടാകും. അതും ഒരു സങ്കടം നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് സ്വയമായിട്ട്? ഉണ്ടാവാറുണ്ട്. നാടകം മൊത്തം അങ്ങനെ കളിക്കണം തന്നെയാണ് ആഗ്രഹം. സ്റ്റേജ് ചെയ്യാൻ കഴിയുന്നില്ല, പിന്നീട് സ്റ്റേജിലേക്ക് പോകാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെ അവസരങ്ങൾ കുറവാണ്. പഠിത്തത്തിന്റെ ഇതിലേക്ക് വരുമ്പോ നമ്മൾ അതും കൂടെ ശ്രദ്ധിച്ചാണ്. അപ്പം അത്തരം അവസരങ്ങളൊക്കെ നിങ്ങളെപ്പോലെ അസോസിയേഷൻ ഉണ്ടാക്കണം എന്നുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. ഒത്തിരി സന്തോഷം ഈ വേദിയിൽ നിങ്ങളെ ആദരിക്കാൻ കഴിഞ്ഞത്. ആദർശമായിരുന്നു അല്ലേ? അതെ തീർച്ചയായിട്ടും. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, അത് നിങ്ങൾ പരിചയപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചു, അതിൽ വലിയ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞങ്ങൾ തീരുമാനിച്ചു വന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ ആരെങ്കിലുമൊക്കെ നീയേ ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ ഇത് ഞങ്ങളുടെയൊക്കെ ഒരു മനസ്സിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ APSCയുടെ ഒരു വലിയ വിജയമാണ്. ഇങ്ങനെ ഒരാളെ കൊണ്ട് ഞങ്ങൾക്കിത് ചെയ്യിക്കാൻ പറ്റിയെന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗഫൂർ മാഷിൻ്റെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇദ്ദേഹം എൻ്റെ മോളെ പഠിപ്പിച്ചത്, ഇദ്ദേഹം കണ്ണ് കാണാൻ കഴിയില്ലാത്ത ആളുകളെ വെച്ച് ഇദ്ദേഹം ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. ആരും കണ്ണ് കാണുന്ന പോലെ അഭിനയിക്കുകയായിരുന്നു അവര്. ഇദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തത്. ഗംഭീര ഹിറ്റടിച്ചാണ്. ആർക്കും കണ്ണ് കാണില്ല. ഞാനൊരു ദിവസം നോക്കുമ്പം ഒരാളെ സൈക്കിള് ചവിട്ടി പ്രാക്ടീസ് ചെയ്യുകയാണ് കേട്ടോ. അദ്ദേഹം ആ ചെയ്യിപ്പിച്ച ഒരു നമ്മൾ അത്ഭുതപ്പെടും. ആർക്കും കണ്ണ് കാണില്ല. അഭിനയിച്ചവർക്ക് കണ്ണ് കാണില്ല, അതിനകത്ത് പാട്ട് പാടുന്നവർക്ക് കണ്ണ് കാണില്ല. അത്രയും ഒരു കഴിവുള്ളൊരു അല്ല, അത് ഭയങ്കര നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം കണ്ടും കാണാം, എന്താ കൈയും കാലും ഒക്കെ ഓക്കെ ആയിട്ടുള്ള നമ്മളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടതിന് മുമ്പ് ചെയ്യുമ്പോൾ ഇതൊന്നും എന്താ കണ്ടുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരെ കൂടി ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ സാർ അത് വലിയൊരു ഭയങ്കര ഒരു കഴിവാണ് കേട്ടോ. അത് അങ്ങനെ ചെയ്തതിൽ വലിയ സന്തോഷം. അങ്ങനെയുള്ളവർക്കും വരട്ടെ, എല്ലാവരും വരട്ടെ, വേദിയിലേക്ക് എല്ലാവരും കയറട്ടെ. ഒരാളെ പരിചയപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ വന്ന ഇവളെ പ്രത്യേകിച്ച് സാറിന് പരിചയം. സാറിനൊന്ന് കൈ കൊടുക്കും. അർച്ചന എന്നാണ് പേര്. എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ സുമേഷിൻ്റെ മകളാണ്. എൻ്റെ കൂടെ വർഷങ്ങളോളമായിട്ടുള്ള ഒരാളാണ് സുമേഷ്. അപ്പോൾ ഇവള് നല്ല ഗംഭീര ഗായികയാണ്. ഇവളെ കേരളത്തിൽ നിന്നല്ല, ലോകത്തിൻ്റെ ഏത് കോണിലും ഇവളെ കലാരംഗത്ത് ഈ ഗായികയായിട്ട് ഇവളെ ഉയർത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ വേദിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹം ഉണ്ടാവണം. നമുക്ക് ഇവളെ കൊണ്ട് ഒരു പാട്ട് പഠിപ്പിക്കാം. ഒരു മൂഡിൽ പാടിക്കും. അതാണ് എനിക്കിഷ്ടം. അന്നലത്തെ പാട്ടെന്നെ പാടുന്ന അങ്ങനെ ഒരു കലാകാരി കേട്ടോ, ഒന്ന് കേട്ടു നോക്കണം. ട്രാക്കില്ലാതെ പാടാം ഉറപ്പായിട്ടും. വേണമെങ്കിടാം, ഒരു കുഴപ്പമില്ല. കൊടുത്താൽ മതി. അപ്പോൾ ഈ മുഹൂർത്തം ധന്യമാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് എൻട്രി ചെയ്യേണ്ട ടീമും കൂടെയുണ്ട്. നമ്മുടെ പുലി
APSയുടെ പുലി എങ്ങനെ ആ പുലിയുണ്ട്, നിങ്ങൾ വീഡിയോ കണ്ടാലും മതി. പുലിയുണ്ടോ? എവിടെ? അതെ, പുലികളോടുണ്ട്, പുലികളെ. പുലിയൊക്കെ ആയിട്ടാ വന്നേട്ടോ. തൃശ്ശൂര് വരുമ്പോ പുലി വേണമല്ലോ. പോരുത്, ഇത് കഴിഞ്ഞിട്ട് പോകരുതെന്ന് പറഞ്ഞപ്പോൾ വിടില്ല. അല്ല, അലിക്ക് എന്താണെന്നറിയോ, പുലിക്കകത്ത് എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് രമേശാണ്. അത് നമ്മൾ അറിയണമല്ലോ. കാരണം നമ്മളെ അതുപോലെ മണി നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അതൊക്കെ ഒന്ന് നമ്മള് ജനത്തെ അറിയിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും. ഈ ഇന്നലെ എനിക്കന്ന് ഈ വേദിയിൽ വന്ന് കുട്ടി പാടുവാണ് കേട്ടോ. കുട്ടി പാടിക്കണം, നമുക്ക് കുറെ കാര്യങ്ങൾ വരും, ഭയങ്കര കണ്ണു നനഞ്ഞു. ഇവിടെ നിന്ന് എല്ലാവരും കണ്ണു നനഞ്ഞുള്ള അവസ്ഥ. എല്ലാ കലോത്സവത്തിലും പങ്കെടുക്കുന്നത്. ഇത്തവണ അച്ഛൻ മരിച്ചതുകൊണ്ട് അതിൽ നിന്ന് മാറി. അല്ലെങ്കിൽ അച്ഛനായിരിക്കും കലോത്സവ വേദിയിലേക്ക് എപ്പോഴും ആക്റ്റീവ് ആകുന്ന ഒരാളായിരുന്നു. പറയണം. നന്നായിട്ട് ഗംഭീരമായിട്ട് പാടി കേട്ടോ. നന്നായിട്ട് പാടാം. എന്തായാലും എന്താ ഇക്കെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ഗായികയായിട്ട് വരട്ടെ ആള്. തീർച്ചയായിട്ടും എന്നാൽ കഴിയാവുന്ന സഹായം ചെയ്തിരിക്കും. തീർച്ചയായിട്ടും ചെയ്യണം. ഉറപ്പാണ്. സിനിമാ മേഖലയിൽ എനിക്കറിയാവുന്ന ബന്ധങ്ങൾ വെച്ച് ഈ കുട്ടിയെ ഒരു പ്ലേ ബാക്ക് സിംഗർ ആക്കി എന്നാൽ കഴിയുന്ന കഴിവ് വെച്ച്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു പോയത്, കഴിഞ്ഞ ദിവസം നമ്മുടെ ഉമറിലൂർ ഡയറക്ടർ അദ്ദേഹത്തെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഒരു ബൊക്കയും വാങ്ങി പോവായിരുന്നു. അവിടെ നിന്ന് പാട്ട് കേട്ട് ആ ബൊക്കയായിട്ട് നേരിട്ട് വന്ന് കൊടുത്തിട്ട് പോയ ആള്. ശരി. ഒരു ഡയറക്ടർ 4 സിനിമ ഡയറക്ടർ നേരിട്ട് വരുമായിരുന്നു. അപ്പോൾ എന്നാൽ കഴിയുന്ന കഴിവ് വെച്ച് മോൾക്ക് ചെയ്യാവുന്ന ഉപകാരങ്ങൾ ഞാൻ ചെയ്യും. 100% ഈ കലോത്സവ വേദി വെച്ച് ഉറപ്പ് തരുവാണ്. ഒരു മാറ്റമില്ല.
താങ്ക് യു. അപ്പോൾ ഞങ്ങളുടെ APSCയുടെ നന്ദിയും കടപ്പാടും അലിക്കാക്കും ഈ ടീമിനും ഞങ്ങൾ അറിയിക്കുന്നു. ഒപ്പം സാറിനെ ഇവിടെ കിട്ടിയതിനും സർവേശ്വരനോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഡയറക്ടറായ ജിനുവിനും സലീഷിനും കുട്ടികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കാണികൾക്കും എല്ലാവർക്കും APSCയുടെ ഒരു ബിഗ് സല്യൂട്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പം നമുക്ക് ഇവരെ യാത്രയാക്കിയിട്ട് ആ നാടൻ പാട്ടും കൂടെ കഴിഞ്ഞിട്ടങ്ങ് പോകാം. എടുത്തോ, ഒന്ന് പരിചയപ്പെട്ടോളൂ. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.